എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, സെപ്റ്റംബർ 27-ാം തീയതി കേരളത്തെ തന്നെ നടുക്കിയ രീതിയിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം, തൃശ്ശൂർ ജില്ലയിൽ 3 ATMകൾ ഒരേ സമയം കൊള്ളയടിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? നമുക്കെല്ലാവർക്കും ഒരു ഭയം ഉണ്ടാകും. കാരണം മറ്റൊന്നുമല്ല, നമ്മളൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന ക്യാഷ് നമ്മളെല്ലാവരും ബാങ്കിലും മറ്റും നിക്ഷേപിക്കാറുണ്ട്. ATMലൂടെ CDM വഴിയൊക്കെ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ അതിൽ പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല. ആ പണം എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം പോലീസിന്റെ ആ ഒരു ഇടപെടൽ കാരണം വളരെ എന്താ പറയുക, സാഹസികമായിട്ട് അത് തന്നെ പറയാം, സിനിമാ സ്റ്റൈലായിരുന്നു ഈ ഒരു കേസ് അവർ ഒതുക്കി തീർന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഏതായാലും കാര്യത്തിലേക്ക് കടക്കാം. ഏകദേശം ഒരു 2:30 മണിയോട് കൂടിയിട്ട്, രാത്രി 2:30 മണിയോട് കൂടിയിട്ട് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരു കോൾ വരികയാണ്. ആ കോളിൽ പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു: തൃശ്ശൂർ ജില്ലയിലെ മാപ്രാണം എന്ന് പറയുന്ന സ്ഥലത്തെ ATM ആരോ കൊള്ളയടിച്ചു എന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു അവർ കോൾ വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ അവരത് തൃശ്ശൂർ ജില്ലയിലെ പോലീസുകാരെ അറിയിക്കുകയും അങ്ങനെ പോലീസുകാർ ഓൺ ദ സ്പോട്ടിൽ ആ ഒരു സ്ഥലത്തേക്ക് എത്തി എന്നുള്ളതാണ്. ഒട്ടും മടിച്ചു നിൽക്കാതെ ഓൺ ദ സ്പോട്ടിൽ അവർ ആ ഒരു പ്രദേശത്തേക്ക് വരികയാണ്. ആ സമയത്ത് അവർ കണ്ട കാഴ്ച ഇതായിരുന്നു: ATM ആരോ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. അവർ കണ്ട സമയത്ത് തന്നെ അവർക്കത് മനസ്സിലായി, ATM ആരോ കൊള്ളയടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി എന്നുള്ളതാണ്. കൂടാതെ ഒരു കാര്യം കൂടി അവരവിടെ നിന്നും ഉറപ്പിക്കുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, ഇത് ചെയ്തിട്ടുള്ളത് ഒരു നിസാര കള്ളനൊന്നുമല്ല. അതായത് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ കയറുന്ന അങ്ങനെയുള്ള ഒരു ശ്രമമല്ല, ഒരു മോശന ശ്രമമല്ല അവിടെ നടന്നിട്ടുള്ളത്. അതായത് ഈ ഒരു കാര്യം വളരെ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കള്ളൻ തന്നെയാണ്. ഒരു കള്ളനല്ല, കുറച്ച് കള്ളന്മാർ കൂടിയിട്ടാണ് ഈ ഒരു സംഗതി ചെയ്തിട്ടുള്ളത് എന്ന് ഇവർ മനസ്സിലാക്കിയെടുക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ലായിരുന്നു, ഇവർ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. CCTVയിലെല്ലാം തന്നെ കറുത്ത ബ്ലാക്ക് പെയിന്റ്, സ്പ്രേ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ മുഖംമൂടി ധരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ ATM മെഷീനും കാര്യങ്ങളും എല്ലാം തന്നെ അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള കള്ളന്മാരാണ് എന്നുള്ള രീതിയിലേക്ക് പോലീസ് നീങ്ങുകയാണ്. വളരെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ആരംഭിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ഈ ഒരു കേസുമായി സംബന്ധിച്ച് അവിടെ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു വിവരം കൂടെ ഇവരുടെ അടുത്തേക്ക് എത്തുന്നത്. സംഭവം മറ്റൊന്നല്ലായിരുന്നു, തൃശ്ശൂർ ഷൊർണൂർ റൂട്ടിലെ ഒരു ATM കൂടെ ആരോ കൊള്ളയടിച്ചു എന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇവരുടെ ചെവിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അവർ വീണ്ടും അവിടേക്ക് പോയി നോക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവിടെ നിന്നും ഇങ്ങനെയുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ട്, നല്ല രീതിയിലുള്ള കൊള്ള നടന്നിട്ടുണ്ട്, ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, സെയിം പാറ്റേണിലുള്ള ഒരു കൊള്ളയാണ് നടന്നിട്ടുള്ളത് എന്നും അവർ മനസ്സിലാക്കിയാണ്. അവർ വന്നിട്ടുണ്ടായിരുന്ന കാറും എല്ലാം സെയിം ആയിരുന്നു. അതായത് കാറിന്റെ നമ്പറും കാറും ആളുകളും എല്ലാം സെയിം ആയിരുന്നു. അപ്പോൾ ഇവർ മനസ്സിലാക്കിയെടുക്കുകയാണ്, നേരത്തെ ചെയ്ത അതേ ആളുകൾ തന്നെയാണ് ഈ ഒരു സമയത്തും ഇവിടെയും കൊള്ള നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുകയാണ്. അതായത് ഇവരവിടെ ആദ്യം കൊള്ള നടന്ന ആ ഒരു മാപ്രാണത്ത് കൊള്ള നടന്ന ആ ഒരു സമയത്ത് അവരവിടെ ചെക്ക് ചെയ്ത സമയത്ത് അപ്പുറത്ത് പോയിട്ട് വീണ്ടും അവർ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം കുറച്ച് കിലോമീറ്ററുകൾ അപ്പുറം. അങ്ങനെ പോലീസുകാർ ആ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളും നടക്കുമ്പോഴാണ് കൊലായിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ ഒരു കൊള്ള നടന്നിട്ടുണ്ട്, ഒരു ATMൽ കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവർ അറിയുന്നത്. തീർച്ചയായിട്ടും ഇവർ അങ്ങോട്ടേക്കും പോയി നോക്കി. ആ സമയത്ത് അവർക്ക് മനസ്സിലായത് ഈ 3 കൊള്ളയും നടത്തിയത് ഒരു ടീം തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. സെയിം പാറ്റേണിൽ, അതായത് ക്യാമറകളെല്ലാം തന്നെ ഒരു ബ്ലാക്ക് സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് മറക്കുകയും മുഖം മൂടി ഇടുകയും അതുപോലെ തന്നെ അവർ വന്നിരുന്ന കാർ എന്ന് പറയുന്നത് ക്രിസ്റ്റ ആയിരുന്നു അല്ലെ. അപ്പോൾ അതിന്റെ നമ്പർ ആണെങ്കിലോ, നമ്പറും കാര്യങ്ങളൊക്കെ അവർ ഓൺ ദ സ്പോട്ടിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതൊരു വ്യാജമായിട്ടുള്ള നമ്പറാണ്, മറ്റാരുടെയോ നമ്പർ വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള ഒരു കുറ്റകൃത്യത്തിന് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പോലീസ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഈ 3 കൊള്ളയും നടത്തിയത് ഒരാൾ തന്നെയാണ്, ഒരു കൂട്ടം ആളുകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിലേക്ക് ഇവരെത്തുകയാണ്. നല്ലൊരു തുകയും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഏകദേശം 60 ലക്ഷം രൂപ എങ്ങാണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്ത് വരുന്നത്. ഒരു പക്ഷേ അതിൽ കൂടാനും ചാൻസ് ഉണ്ട്, കാരണം ബാങ്ക് കാര്യങ്ങൾ ഡീറ്റെയിൽസ് പുറത്ത് വിടുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഏകദേശം 60 ലക്ഷം രൂപ എങ്ങാണ്ടാണ് പറയപ്പെടുന്നത്. ഏതായാലും പോലീസുകാർ ഇത് നാടിനെ നടുക്കിയ രീതിയിലുള്ള ഒരു കേസ് തന്നെയാണല്ലേ. കാരണം ഒരു ഇതുപോലെ ഒരു 26 കിലോമീറ്റർ ചുറ്റളവിൽ 1 മണിക്കൂറിനുള്ളിൽ 3 കൊള്ള പോലീസിനെയും നാട്ടുകാരെയും കണ്ണു വെട്ടിച്ച് നടത്തുക എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ATM എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ലൈറ്റ് ഉണ്ടാകും, കൂടാതെ റോഡിന്റെ അടുത്തായിരിക്കും, മെയിൻ റോഡുകളുടെ അടുത്തായിരിക്കും ATM എന്ന് പറയുന്നത്. സദാസമയം ATMനുള്ളിൽ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയാനായിട്ട് സാധിക്കും അല്ലെ. അങ്ങനെയുള്ള ഇവരെങ്ങനെ ഈ ഒരു 3 ATM ഒരേ സമയത്ത് കൊള്ളയടിച്ചു എന്നുള്ള രീതിയിലേക്ക് ഇവരെത്തുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ ഇവർക്ക് എന്താ പറയാ, അന്വേഷണം ആരംഭിക്കുകയാണ്. കാരണം ഇവർക്ക് പ്രഷറും കാര്യങ്ങളുണ്ട്. ഒരു സമയത്ത് 3 ATM എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമല്ല. പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഒരു കൊള്ള നടത്തിയിട്ടുള്ളത് അല്ലെ. ഇവർ ഒരിക്കലും പിടികൂടാതിരിക്കാൻ പാടില്ല. കാരണം ഇവർ ഇവിടെ നിന്ന് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. കാരണം ഇവർ വിദേശത്തേക്കോ മറ്റെവിടെയെങ്കിലും പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ
പോലീസുകാർ ഇതിന് ആ ഒരു ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇതിന് തുനിഞ്ഞിറങ്ങുകയാണ് അല്ലേ. അങ്ങനെ പോലീസുകാർ എന്ത് ചെയ്തു, ഈ ഒരു ഇൻസിഡന്റ് എല്ലാവരെയും അറിയിക്കുകയാണ് അല്ലേ, എല്ലാ പോലീസ് ഓഫീസിനെയും അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. ആ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസും CCTV ദൃശ്യങ്ങളും എല്ലാം തന്നെ എല്ലാവർക്കും കൈമാറുകയാണ്. ഇങ്ങനെയുള്ള ഒരു വാഹനം എവിടെ നിന്ന് പിടിക്കപ്പെട്ടാലും അറിയിക്കണം, നല്ല രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടാകണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇതിന് മുന്നേ നടന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. നമ്മുടെ ഈ ഒരു സമീപ പ്രദേശത്ത് തന്നെ ഇത്തരത്തിലുള്ള കൊള്ള നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ ചെയ്ത കാര്യം എങ്ങനെയായിരുന്നു, അവർ ട്രക്കിൽ അവരുടെ വാഹനം കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർക്ക് ആ ഒരു കാര്യം കൂടി മനസ്സിൽ ഓർമ്മ വരികയാണ്. പോലീസുകാർ എന്ത് ചെയ്തു, എല്ലാവരെയും ഇൻഫോം ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ ട്രക്കുകൾ കൂടെ പരിശോധിക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കൂടാതെ ഇവരെങ്ങോട്ടൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, ഇവർ വന്ന വഴികൾ ഏതൊക്കെയാണോ, അവർക്ക് ഇനി എങ്ങോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഭാഗങ്ങളിൽ കൂടെ ഇവർ ചെക്കിങ്ങും കാര്യങ്ങളും ആരംഭിക്കുകയാണ്. അങ്ങനെ അവർ പോകാനുള്ള ഒരു സ്ഥലത്തിന്റെ ഒരു ഉദാഹരണത്തിലേക്ക് ഇവർ എത്തുകയാണ്. തമിഴ്നാട്ടിലേക്ക് ഇവർ കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇവരെത്തുകയാണ്. അങ്ങനെ തമിഴ്നാട് പോലീസിനും ഇവർ വിവരങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ടായിരുന്നു. അവരും തന്നെ നല്ല രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ട്രക്കാണ്, ദേശീയപാതയിലൂടെയൊക്കെ നല്ല സ്പീഡിലൂടെയാണ് വാഹനങ്ങൾ വരുന്നത്. കൂടാതെ കുറേ അധികം ട്രക്കുകളും കാര്യങ്ങളും ഉണ്ടാകും അല്ലേ. ആ ഒരു രാവിലെ സമയത്തൊക്കെ ട്രക്കുകൾ തന്നെയാണ് കാര്യമായിട്ട് ഓടാറുള്ളത്. അങ്ങനെ ഇവർ ട്രക്കുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. പക്ഷെ ഒന്നിനും തന്നെ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒടുവിൽ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത് നിന്നും കേരള പോലീസിന് ഒരു കോൾ വരുന്നത് അല്ലേ. ആ കോളിൽ പറഞ്ഞ കാര്യം എങ്ങനെയായിരുന്നു, നമ്മുടെ ഇവിടെ ഒരു ട്രക്ക് പിടിച്ചിട്ടുണ്ട്, ആ ട്രക്കിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒരു ക്രിസ്റ്റ കാറുമുണ്ട്, നമ്പറും എല്ലാം തന്നെ സെയിം ആണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയാണ്. പക്ഷേ ആ ഒരു തമിഴ്നാട് പോലീസിന് അറിയില്ലായിരുന്നു, ആദ്യമൊന്നും അറിയില്ലായിരുന്നു ഇത് കേരളത്തിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടത്തിയിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ള കാര്യം തമിഴ്നാട് പോലീസിന് അറിയില്ലായിരുന്നു. അതിനൊരു കാരണം കൂടെയുണ്ട്. അതായത് ഇവരിങ്ങനെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്, വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലോറി വരികയാണ്, ഒരു ട്രക്ക് വരികയാണ്. ആ സമയത്ത് അവർ ചെക്ക് ചെയ്തു, പക്ഷെ ഒന്നും കാണാൻ സാധിച്ചില്ല. അങ്ങനെ അവർ എന്ത് ചെയ്തു, ആ ട്രക്കിനെ വിട്ടേക്കുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് അപ്പുറത്തുള്ള ഒരു സ്റ്റേഷനിൽ ചെന്നിട്ട് വീണ്ടും ആ ഒരു ലോറി ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ അവിടെയുള്ള ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു, ട്രക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അല്ലേ. അങ്ങനെ ട്രക്ക് ഓപ്പൺ ചെയ്താൽ അവർ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്തു, സിനിമാ സ്റ്റൈലിലൊക്കെ കാണുന്ന പോലെ തന്നെ വാഹനം മുന്നിലുള്ള എല്ലാവരെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ലോറി അമിത വേഗതയിൽ അങ്ങ് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് ആ ഒരു ട്രക്കിന്റെ ഡോറ് തുറക്കാൻ അനുവദിക്കാതെ കൊണ്ടുപോയി. അങ്ങനെ ഈ ഒരു ട്രക്ക് നിർത്താതെ പോയ സമയത്ത് തമിഴ്നാട് പോലീസിന് ഒരിക്കലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇത് കേരളത്തിൽ നടത്തിയ ആ ഒരു കൊള്ളയുണ്ടല്ലോ, അവരുമായി സംബന്ധിച്ച ഒരു ട്രക്കാണ് എന്നുള്ള കാര്യം തമിഴ്നാട് പോലീസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർ മറ്റെന്തൊക്കെയാണ് കരുതിയിട്ടുണ്ടായിരുന്നത്, ആ ഒരു ട്രക്കിനുള്ളിൽ മറ്റുള്ള വല്ല വസ്തുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാം എന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, ആ ട്രക്കിനെ 30 പോലീസുകാർ പിന്തുടരുകയാണ് അല്ലെ. ബൈക്കിൽ 30 പോലീസുകാർ ചേസ് ചെയ്ത് പിടിക്കാൻ നോക്കുകയാണ്. ആ സമയത്ത് ലോറി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് ആളുകളെയൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് പോവുകയാണ് അല്ലെ. കുറച്ച് ബൈക്കുകാർക്ക് അപകടം പറ്റിയിട്ടുണ്ട്, 2-3 കാറുകൾ ഇടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സ്കൂളൊക്കെ വിടുന്ന ഒരു സമയമാണ്, സ്കൂൾ തുടങ്ങുന്ന ഒരു സമയമാണല്ലേ. ഏകദേശം രാവിലെ ഒരു 9:00 കൂടിയിട്ടൊക്കെയാണ് ഈ ഒരു ചേസിങ് നടക്കുന്നത്. അങ്ങനെ ഒരു സ്കൂളിന് മുന്നിൽ എത്തിയിട്ട് ഈ കുട്ടികളുടെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് കഷ്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടൊക്കെ പിന്നീട് ആ ലോറി പോവുകയാണ്. ആ ഒരു ട്രക്ക് ഇങ്ങനെ പോവുകയാണ്, അമിത വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിറകിലായിട്ട് പോലീസ് ചേസ് ചെയ്യുന്നുണ്ടല്ലേ. വളരെ വലിയൊരു കൂട്ടത്തോടെയാണ് ഈ ഒരു ചേസ് നടക്കുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സിനിമാ സ്റ്റൈലിലൊക്കെ നമ്മൾ കാണുന്ന രീതിയിലുള്ള ചേസും കാര്യങ്ങളാണ് നടക്കുന്നത് അല്ലേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ട്രക്ക് നിർത്തുകയാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും, എന്തുകൊണ്ട് ഇപ്പോൾ ആ ഒരു ട്രക്ക് നിർത്തി, വെറുതെ നിർത്തേണ്ട ഒരു ആവശ്യമുണ്ടോ? എന്നാൽ അവിടെയായിരുന്നു ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നത്, അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കൂട്ടം ആളുകളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാമഗ്രികളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവരങ്ങനെ ഒരു മണ്ടന്മാരായിട്ടുള്ള കൊള്ളക്കാരൊന്നും അല്ലായിരുന്നു, പ്രൊഫഷണൽ ആയിട്ട് എല്ലാം പഠിച്ച് അതിനുശേഷം ഇങ്ങോട്ടേക്ക് എത്തിയ കൊള്ളക്കാരായിരുന്നു അവരല്ലേ. അവരുടെ കയ്യിൽ വടിവാളുണ്ടായിരുന്നു, തോക്കുണ്ടായിരുന്നു, കത്തി ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ പോലീസുകാരെ ആക്രമിക്കാൻ തയ്യാറാവുകയാണ് അല്ലെ. വടിവാൾ വീശിയിട്ടും തോക്ക് ചൂണ്ടിയിട്ടും എല്ലാം തന്നെ പോലീസുകാരെ ആക്രമിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ ആ ഒരു സംഘടനത്തിൽ അവിടെ ഒരു സംഘടനം തന്നെ നടന്നു. ആ സംഘടനത്തിൽ 2-3 പോലീസുകാർക്ക് പരിക്ക് പറ്റുകയും അതിൽ ഒരു കൊള്ളക്കാരനായിട്ടുള്ള ഒരു വ്യക്തി മരണപ്പെടുകയും ചെയ്തു അല്ലെ. പോലീസുകാരുടെ വെടിയുതിർപ്പിനെ സംബന്ധിച്ച് ഒരു കൊള്ളക്കാരൻ അവിടെ മരണപ്പെടുകയും അതുപോലെ തന്നെ ഒരു കൊള്ളക്കാരന്റെ 2 കാലിനായിട്ട് വെടിവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ അവരെ പിടിക്കുകയാണ്. പിന്നീട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത സമയത്താണ് ആ ലോറിക്കുള്ളിൽ ഇങ്ങനെ ഒരു വാഹനം കാണുന്നതും ഈ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു പണം കാണുന്നതും അല്ലെ. സ്വാഭാവികമായിട്ടും അവർ കേരള പോലീസിന് ഇൻഫോം ചെയ്യുകയാണ്. അങ്ങനെ അവർ ഈ ഒരു കാര്യത്തിലേക്ക് എത്തുകയാണ്. ഇവർ കൊള്ള ചെയ്ത വ്യക്തികളാണ്, കേരളത്തിൽ നിന്നും കൊള്ള ചെയ്ത വ്യക്തികളാണ് എന്നുള്ള കാര്യത്തിലേക്ക് എത്തുകയാണ് അല്ലെ. ഇവർ ഹരിയാനയിലും അവിടെ ഇവിടെയുള്ള വ്യക്തികളാണെന്നൊക്കെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഏതായാലും അവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം അങ്ങോട്ടേക്ക് മുങ്ങുകയാണെങ്കിൽ അവിടെ പോയിട്ട് പിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു പ്രദേശത്തേക്ക് പോലീസ് കാല് കുത്തിയാൽ തന്നെ അവർക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. ഓൺ ദി സ്പോട്ടിൽ അവരെല്ലാം എസ്കേപ്പ് ആവും. ഏതായാലും അവരെല്ലാം തന്നെ ഈ ഒരു നിമിഷത്തോട് കൂടിയിട്ട് തന്നെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. തമിഴ്നാട് പോലീസും കേരള പോലീസിന്റെയും ഒന്നിച്ചുള്ള ഒരു പ്രവൃത്തി കാരണം അവിടെ ഇവരെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏതായാലും നാടിനെ തന്നെ നടുക്കിയിട്ടുള്ള ഒരു കേസായിരുന്നു ഇത്.
3 ATM ഒരേ സമയം കൊള്ളയടിച്ചു എന്നുള്ളതാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള കൊള്ളക്കാർ നമ്മുടെ സമൂഹത്തിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം നമ്മുടെയൊക്കെ പോലീസുകാർക്കുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര വലിയ കൊള്ള നടന്നു കഴിഞ്ഞാലും അത് കണ്ടുപിടിക്കാനുള്ള ഒരു ചങ്കൂറ്റം നമ്മുടെ കേരള പോലീസ് ആണെങ്കിലും തമിഴ്നാട് പോലീസ് ആണെങ്കിലും ഏത് പോലീസുകാർക്കാണെങ്കിലും നിയമത്തിനാണെങ്കിലും കഴിവുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ കുറ്റകൃത്യങ്ങൾക്ക് ഇറങ്ങുന്ന ആളുകൾ ഒന്ന് മുൻപും പിൻപും നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോൾ അവർക്ക് എന്താണ് കിട്ടിയത്? ഒന്നും കിട്ടിയിട്ടില്ല. ആ ലോറി പോയി, ആ കാറ് പോയി, എല്ലാം പോയി. അവർ മോഷ്ടിച്ചെടുത്ത പണം എത്രയാണ്? 60 ലക്ഷം രൂപ. നഷ്ടമാണെങ്കിലോ ഇപ്പോൾ അതുക്കും മേലെയല്ലേ, പിന്നെ ജയിൽവാസവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ മുതിരുന്നതിന് മുൻപായിട്ട് മുൻപും പിൻപും നോക്കുക. പരമാവധി ചെയ്യാതിരിക്കുക. പരമാവധി എന്നല്ല, ചെയ്യാതിരിക്കുക. ചെയ്തിട്ട് എന്ത് കിട്ടാനാടേ? ഏതായാലും ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു ATM കൊള്ള അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് ഇതൊക്കെ കേട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.